നിങ്ങളുടെ എല്ലാത്തരം വിയേർഡ്നെസ്സോടുകൂടി പെക്കൂലായിട്ടോടുകൂടി നിങ്ങൾ ഒറ്റയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇടം മാർക്കാതെ പോകുന്ന കഷ്ടമല്ലേ? ആരും ആർക്കും പകരക്കാരനല്ല. ഫൈൻഡ് യുവർ സ്പേസ്. ഓരോരുത്തരും അവരവരുടെ ഇടം കണ്ടെത്തി ഇങ്ങനെ പ്രഭുവിനെ കണക്ക് ജീവിക്കുന്ന പരിപാടിയുടെ പേരാണെന്ത്? ധ്യാനം. എന്തിനാ താരതമ്യം? എന്തിനാ തർക്കം? എന്തിനാ പരിഭവം? എന്തിനാ മത്സരം? ജഡ്ജസ് വൺ. മത്സരമൊക്കെ തുല്യർക്കിടയിലാണ്. തുല്യരില്ല, എല്ലാം ഒറ്റയല്ലേ? ഒരാൾ അയാളുടെ ഇടം കണ്ടെത്തി അഗാധമായിട്ട് ജീവിക്കുന്ന രീതിയുടെ പേരാണെന്ത്? ധ്യാനം. ഇപ്പം നിങ്ങളുടേതാണെന്ന് കരുതിയ പല ഇടങ്ങളും വാസ്തവത്തിൽ നിങ്ങളുടെ ആപേക്ഷിക ഇടങ്ങൾ മാത്രമാണ്, റിലേറ്റീവ് സ്പേസാണ്. ശരിക്കും നിങ്ങൾ ആരാ? നിങ്ങളാകുന്ന അംശത്തെക്കുറിച്ചുള്ള പ്രകാശത്തിന്റെ പേരാണെന്ത്? ധ്യാനം. അത് പിടുത്തം കിട്ടാത്തത് കൊണ്ടാണ് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇത്രയും ഉലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നിന്റെ അകത്തുള്ള ആൾ പുറത്തുള്ള ആളെക്കാൾ ശക്തനാണ്. അടുത്ത വരി ശ്രദ്ധിക്കണം. യു മേ കോൾ ഇറ്റ് സോൾ. യു മേ കോൾ ഇറ്റ് സോൾ. അപ്പോൾ ഒരു അൺഅഫക്റ്റഡ് ആയിട്ടൊരു ഇത്തിരി ഒരു സ്ഥലം വേണ്ടേ? ഇത് കണ്ടെത്തി ജീവിക്കുന്നതിനെ വിളിക്കുന്ന വാക്കാണെന്ത്? ധ്യാനം. ഇത് കണ്ടെത്തിയില്ലെങ്കിൽ പഴയ നിയമത്തിലെ ഹാഗാറിനെ കണക്ക് നിങ്ങളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കാലം ഓടാൻ പറ്റും? എവിടെയെങ്കിലും കതച്ച് നിൽക്കണ്ടേ? അപ്പോൾ മരുഭൂമി വെച്ച് ദൈവദൂതൻ അവിടെ തടഞ്ഞു നിർത്തി. എന്നിട്ട് രണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു. ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? 2, ഹാഗാറെ, നീ എവിടേക്ക് പോകുന്നു? നിന്റെ പ്രഭവം എന്താണ്? നിന്റെ ഡെസ്റ്റിനേഷൻ എന്താണ്? ഫൈൻഡ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനി. ആ 2 ചോദ്യങ്ങളുടെ മുമ്പിൽ അവളിങ്ങനെ കണ്ണുപൂട്ടിയിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, അന്തിക്കൂലിക്ക് വേണ്ടി തന്നെ പെടാപ്പണി ചെയ്യിപ്പിക്കുന്ന സാറയല്ല തന്റെ യജമാനത്തി. 2 സ്ത്രീകൾക്കിടയിൽ തർക്കം ഉണ്ടാകുമ്പോൾ നിശബ്ദത പുലർത്തുന്ന, ആ സ്ട്രാറ്റജി പുലർത്തുന്ന ആ പുരാതന പുരുഷൻ രീതിയിലുണ്ടല്ലോ, അബ്രഹാം അല്ല തന്റെ യജമാനൻ. അവൾ അവളുടെ തന്നെ യജമാനത്തിയായി മാറി. അടുത്തവർ എന്താണ്? അവൾ ഓടിപ്പോവുകയല്ല, പിന്നെയോ മടങ്ങിപ്പോവുകയാണ്. സ്വന്തം ഇടം കണ്ടെത്തി എങ്ങോട്ട് ഓടിപ്പോകാൻ പോകുന്നില്ല. അവർക്കറിയാം എവിടെ വേണമെങ്കിലും വേരുകളാഴ്ത്തി ജീവിക്കാനായിട്ട്. നാളെയും അവൾ അടിമപ്പണി ചെയ്യുന്നുണ്ടാവും, കൂനിപ്പിടിച്ചിരുന്ന് പാത്രം മോർന്നുണ്ടാവും, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അവൾ അവളുടെ യജമാനത്തിയാണ്. വേരുകൾ അഴുത്തിയവർക്കൊക്കെ പൂവിടലുണ്ടാവുന്നു. എങ്ങോട്ടും പോകുന്നില്ല. ഒന്ന്, നീ എവിടെയാണ്? ഒരാൾ അയാളുടെ ഇടം കണ്ടെത്തി അഗാധമായിട്ട് ജീവിക്കുന്ന രീതിയുടെ പേരാണെന്ത്? നീ നിന്റെ സുൽത്താനാവുക, നിന്റെ യജമാനത്തിയാവുക. നിർഭാഗ്യവശാൽ അങ്ങനല്ല. ഏറ്റവും ചെറിയ അനിഷ്ടത്തിൽ പോലും നമ്മൾ ക്ഷുഭിതരാകുന്നു. ഏറ്റവും ചെറിയ ദുഃഖത്തിൽ പോലും ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരുന്നു. ഏറ്റവും ചെറിയ മമതകൾക്കകത്ത് പോലും ഇങ്ങനെ പാളിപ്പോകുന്നു. ബി യുവർ ഓൺ മാസ്റ്റർ. ബി യുവർ ഓൺ മാസ്റ്റർ.